വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കറണ്ട് സ്കിൻ കെയർ റൂട്ടീനാണ്. വേറൊന്നല്ല, സ്കിൻ നന്നായിട്ട് ടാൻ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ഓയിലി സ്കിൻ ആയിട്ടുണ്ട്, മുന്നത്തെക്കാട്ടി നന്നായിട്ട് ഓയിലി സ്കിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു DIYs ഒക്കെ മാറ്റി വെച്ച് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ റൂട്ടീൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു 3 പ്രൊഡക്ട്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിലത്തെ ഒന്നാമത്തേന്ന് പറയുന്നത് ഈ ഒരു ഡെർമാവൈവിൻ്റെ ഹൈഡ്രാ ക്ലെൻസറാണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് സോപ്പ് ഫ്രീ ആണ്. അതേപോലെ തന്നെ എന്താ പറയുക, ഇതിൽ കൊളോഡിയൽ ഓട്ട്മീൽ ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് ഇമ്പ്യൂരിറ്റീസ് വലിച്ചെടുത്ത് കളയാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കി വെക്കാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോപ്പ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പതയൊന്നുമില്ല, പക്ഷെ നല്ല ക്ലീൻ ആവും ഫേസ്. നല്ല അടിപൊളിയാണ്. ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും മെൻഷൻ ചെയ്തേക്കാം. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടില്ല. ഫേസ് വാഷ് ചെയ്യാത്തൊരു കോലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടോ, നന്നായിട്ട് ഓയിലി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇത് നമുക്കൊരു കളർ ഫ്രീയും കൂടിയാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചറൈസറാണ്. അപ്പോൾ മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ന്യൂട്രിഡ്രമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. വിത്ത് വിറ്റമിൻ ഇ ഉണ്ട്. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ബോക്സിൽ നന്നായിട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സംഭവത്തിൽ ബാക്കിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാക്കേജിങ് വരുന്നത്. പാക്കേജിങ്ങിൽ തന്നെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. നമുക്ക് വിറ്റമിൻ ഇ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്കിന്നിന് ഭയങ്കരമായിട്ടൊന്ന് പിമ്പിൾസൊക്കെ വരുമെന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇത് കുറച്ച് എന്താ പറയുക, തിക്കാണ്. സ്കിന്നിനെ നന്നായിട്ട് കുറേ നേരത്തേക്ക് നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ലെയർ ഓൺ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം അത്രയും നേരം നമുക്ക് നന്നായിട്ട് എന്താ പറയുക, സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി സ്മൂത്ത് ആക്കി വെക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പിനെ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടാതെ ഒരു ബാരിയറായിട്ട് നിർത്താനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിന് സ്മെല്ലൊന്നുമില്ല. ചെറിയൊരു സ്മെല്ലുണ്ട്. നമ്മുടെ സെബോളിനില്ലേ, പണ്ടത്തെ സെബോളിൻ, അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നത് ഒരു വൈറ്റ് കളറിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ സ്കിന്നിന് നല്ല സപ്പിളായിട്ടിരിക്കും. ഇച്ചിരി അധികം യൂസ് ചെയ്താലും. ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇത് ഡെർമാവേവിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. വിത്ത് നാച്ചുറൽ കൊളോഡിയൽ ഓട്ട്മീൽ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഡ്രൈ കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർക്ക് നല്ല അടിപൊളിയാണ്. ഇത് ഇച്ചിരി തിക്കാണ്. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ടൈം വേണം, പക്ഷേ വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് നിൽക്കും. അതായത് നെക്സ്റ്റ് വാഷ് വരെ കേട്ടോ. നിങ്ങൾ കൈയൊക്കെ വെള്ളത്തിൽ മുക്കുകയെന്നുണ്ടെങ്കിൽ എന്തായാലും വീണ്ടും ഡ്രൈ ആവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ 3 പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻസ് വളരെ മോശമാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്യല്ല, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് പ്രൈസ് കൂടുതലാണെങ്കിലും നല്ല വർത്തിയാണ്. സ്കിൻ കണ്ടീഷൻസ്, സ്കിൻ ഭയങ്കര ബാഡായി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ഇതുപോലത്തെ പ്രൊഡക്ട്സ്, കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാക്കി ഞാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റായിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.